ഏവർക്കും ലേൺസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവിതാംകൂറിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ്, അതായത് ഭരണകാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ് 1729 മുതൽ 1758 വരെയാണ്. 1758 രാജാവ് നാട് നീങ്ങുന്നത്. അതുവരെയാണ് എന്ത്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം. അപ്പൊ എന്ന് മുതൽ എന്ന് വരെയാണ് 1729 മുതൽ 1758 വരെയാണ് ഭരണകാലഘട്ടം. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706 എന്നാണ് മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. 1706 ജനിക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ പിതാവാരാണ്? കിളിമാനൂർ കോയിത്തമ്പുരാനാണ്. ആരാണ്? കിളിമാനൂർ കോയിത്തമ്പുരാനാണ് മാർത്താണ്ഡവർമ്മയുടെ പിതാവ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണകാലഘട്ടം എന്നു മുതൽ എന്നുവരെയായിരുന്നു? 1729 മുതൽ 1758 വരെയാണ്. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ചോദിച്ചാൽ ഏത് വർഷമായിരുന്നു? 1706 മാർത്താണ്ഡവർമ്മയുടെ പിതാവാരായിരുന്നു? കിളിമാനൂർ കോയിത്തമ്പുരാനാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നതും ആരെ തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമാണ് പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളം. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം ഏതായിരുന്നു? പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം ചോദിച്ചാൽ മാവേലിക്കരയുമാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം ചോദിച്ചാൽ അത് മാവേലിക്കരയാണ്. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. ഓർക്കുക, ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം ഏതായിരുന്നു? പത്മനാഭപുരം അല്ലെങ്കിൽ മറ്റൊരു പേരെന്തായിരുന്നു? കൽക്കുളമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം ചോദിച്ചാൽ മാവേലിക്കരയാണ്. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്നാണ് 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ചോദിച്ചാൽ അതേതാണ്? വേണാട് ഉടമ്പടിയാണ്. ഏത് വർഷമാണ്? 1723 കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്താണ്? കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പം 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണിത്, വേണാട് ഉടമ്പടി. കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 പ്രത്യേകമായി നിയമിച്ച വ്യക്തിയാണ് ആരെ? മല്ലൻ ശങ്കരൻ. അപ്പൊ എന്താണ്? നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 പ്രത്യേകമായി നിയമിച്ച വ്യക്തിയാണ് ആര്? മല്ലൻ ശങ്കരൻ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. ഭൂമിയെ ദേവസം, ബ്രഹ്മസം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചു. അപ്പൊ എന്താണ്? ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. ഭൂമിയെ ദേവസം, ബ്രഹ്മസം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചു. അപ്പൊ നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 പ്രത്യേകമായി നിയമിച്ച വ്യക്തിയാണ് ആര്? മല്ലൻ ശങ്കരൻ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. ഭൂമിയെ ദേവസം, ബ്രഹ്മസം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചു. എട്ടുവീട്ടിൽ പിള്ളമാർ. ഇനി നമുക്ക് അടുത്തതായിട്ട് എട്ടുവീട്ടിൽ പിള്ളമാരെ നോക്കാം. എന്താണ്? ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാർ എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാർ എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന് അറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എട്ടുവീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിന്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി. 8 തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു. ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത്. അപ്പൊ എന്താണ്? മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എട്ടുവീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിന്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി. 8 തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു. ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്താണ്? കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്താണ്? കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്, കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണിത രാജാവ്. അപ്പൊ എന്താണ്? കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണിത രാജാവ്, തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ്. ഇതൊക്കെ ഓർത്ത് വെക്കുക. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. അതൊരു ശിക്ഷ രീതിയായിരുന്നു. അത് ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണിത രാജാവ്, തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ്. ഇതൊക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. അപ്പൊ തിരുവിതാംകൂറിലെ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ് ചോദിച്ചാലും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഏത് സമ്പ്രദായ പ്രകാരമാണ്? മരുമക്കത്തായ സമ്പ്രദായ പ്രകാരമാണ് വേണാട്ടിൽ ആരധികാരത്തിൽ വരുന്നത്? മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത്. ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത രാജാവും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ശ്രദ്ധിക്കുക, ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. ഉദയഗിരിക്കോട്ട പണിത രാജാവ് നമ്മൾ വരും ചോദ്യങ്ങളിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ ഓർത്തു വെക്കുക, ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത രാജാവാരാണ്? മാർത്താണ്ഡവർമ്മയാണ്.
ഇപ്പൊ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, മരുമക്കത്തായ സമ്പ്രദായപ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ്, ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ്, ഉദയഗിരിക്കോട്ട പുതുക്കി പണിത രാജാവ്, ഇതെല്ലാം ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മറവപ്പട. അതിനെ ഏർപ്പെടുത്തിയ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യമായ മറവപ്പടയെ ഏർപ്പെടുത്തിയ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയും ആര് തന്നെയാണ്? കന്യാകുമാരിയിലെ വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ചിരുന്ന അണക്കെട്ടുകളാണ് പൊന്മന അണയും പുത്തൻ അണയും. അപ്പൊ പൊന്മന അണ, പുത്തൻ അണ എന്നിവയുടെ പ്രത്യേകത എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണയും പുത്തൻ അണയും. അപ്പൊ തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യമായ മറവപ്പടയെ ഏർപ്പെടുത്തിയ രാജാവ്, വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി, മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയായിരുന്നോ? പൊന്മന അണയും അതുപോലെ തന്നെ പുത്തൻ അണയുമാണ്. മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്നു രാമപുരത്ത് വാര്യരും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരും. അപ്പം മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആരൊക്കെയായിരുന്നു? രാമപുരത്ത് വാര്യരും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മ. കൃഷ്ണശർമ്മ എന്നത് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു. അപ്പം മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആരൊക്കെയായിരുന്നു? രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? കൃഷ്ണശർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യം ചോദിച്ചാൽ നായർ ബ്രിഗേഡുമാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യം ചോദിച്ചാൽ നായർ ബ്രിഗേഡുമായിരുന്നു. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ്. അതായത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണേത്? ഹിരണ്യഗർഭം എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചതാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആരൊക്കെയായിരുന്നു? രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ചോദിച്ചാൽ കൃഷ്ണശർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യം ചോദിച്ചാൽ നായർ ബ്രിഗേഡാണ്. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്.